വാങ്ങിക്കൊണ്ട് പോവാണ്. അപ്പൊ നമ്മൾ അതിനായിട്ട് ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പിടിച്ചോണ്ട് പോകുന്ന ഒരു അധികഷനാണ്. അപ്പൊ നമ്മള് കുളം നിർമ്മിട്ടാണ് ചേച്ചാ. അപ്പൊ എല്ലാരും വീഡിയോ സ്വാഗതം. നമ്മള് പോവാ. ഗതികെട്ടിലായി പോയി ഞാൻ. അപ്പൊ ഇന്ന് നമ്മള് പോവാൻ തുടങ്ങാണ്. മരയിട്ടാണ് പോകുന്നത്. അപ്പൊ കാശ് ഇവന് കുറച്ച് ചാച്ചു കൊടുക്കാം. അപ്പൊ അവന് കുറച്ച് ചാച്ചു കൊടുത്ത് നമ്മള് പോവാണ്. അപ്പൊ എനിക്ക് അവിടെ ഫുള്ള് വെള്ളം കയറി പിടിച്ചേക്കാണ്. അതാണ് ഞാൻ ശബ്ദം ആ ശേഷത്തോടെ ഇവിടെ എത്തിയിട്ടില്ല. അവിടെയാണ് പൂച്ച. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് കേട്ടോ പൂച്ച. ഇതാ ഇതിന് വെച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. അയ്യോ കൊണ്ടെടുക്ക് പോവാണ്. പാലെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിലെത്തി കുട്ടി ഇത് സുഖമായി കളിപ്പാട്ട കൊടുക്കുക. അപ്പൊ ഇവിടെ അപ്പൊ ചുണ്ട വായിക്കാതെ തിരിച്ചു നമ്മൾ കൊണ്ടുവരണം. അപ്പ കണ്ടിട്ടുണ്ട്. അത്തോട്ട് പോയി കണ്ടിട്ട് പിന്നെ ആ പൂച്ചനെ വെച്ചിട്ടാ ഇത് നമ്മൾ എങ്ങോട്ടോ മാറ്റും. അപ്പൊ നമ്മൾ ഇത് വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കാൻ പോവാണ്. പിന്നെ എവിടെ ഒളിപ്പിച്ചൊക്കെ എവിടെ അറിയില്ല. എവിടെയാ എനിക്കൊരു ഐഡിയ. ഒരു പെട്ടി ഉണ്ട് ഇവിടെ. ഏതെങ്കിലും പെട്ടി എടുത്തില്ലേ എന്നെ കുറച്ച് അടിച്ചു. ഒരു പൂച്ചക്കുട്ടി അവിടെ അതെങ്ങനെ വന്നേ? അത് ഇവിടുന്ന് എവിടുന്നോ വന്നതാണ്. എനിക്കറിയില്ല. ഇത് ഇവിടെ തന്നെ വന്ന് കയറിയതാ? എന്നിട്ട് നിന്റെ അടുത്ത് എങ്ങനെ നിൽക്കുന്നത്? ഹലോ ഗായ്സ്, അപ്പൊ അവിടെ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചനെ കടിക്കാൻ വെക്കാത്തോണ്ടാണ് ഇത് വെച്ചത്. ഈ പൂച്ച ഇവിടെ കാണുന്നില്ല. ഇവിടെ അത് പോയ ശേഷം അതിന്റെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിന് അത് അതിന്റെ കണ്ണിൽ അതല്ല. ചിലപ്പോൾ വേറെ പൂച്ചേന്റെ തള്ളപ്പൂച്ചേന്റെ കുഞ്ഞായിരിക്കും. എനിക്കറിയില്ല. എവിടുന്നോ വന്നതാണ്. ഭക്ഷണം അങ്ങനെ പാലും എന്തെങ്കിലും കൊടുക്കാറുണ്ട് ഇപ്പൊ ഇവിടെ. എല്ലാ ദിവസവും ഇവിടെ നിൽക്കില്ല. പോകുന്നില്ല പുറത്ത്. അപ്പൊ ഞാൻ ഒരു പൂച്ച പെണ്ണണ്ടപ്പോൾ ഇത് വെച്ചെടുത്തു. ഇന്ന് രാവിലെ ഇത് നോക്കിക്കാണ്. അച്ഛനെല്ലാം കണ്ട ചീത്ത പറയും. ഇന്നലെ അച്ഛനെ ഒരു പൂച്ചനെ കണ്ടിട്ട് പിടിച്ചു പുറത്താക്കി വെട്ടി. അതുകൊണ്ടാണ്. അപ്പൊ ഗായ്സ്, ഈ പൂച്ച ഇവിടെ വന്നിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഈ പൂച്ച നമ്മളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടിടാൻ പോവാണ്. അപ്പൊ ചേച്ചാ ബൈ. ലെറ്റ്സ് സീ യു. ലൈക്ക് ആൻഡ്